അസ്സലാമു അലൈക്കും. ഞാൻ ഹലാസിയ. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഒരു ദിവസം കുട്ടികളായിട്ട് ഫുട്ബോളിൽ കൊണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന ശേഷം ഞങ്ങൾ അവരുടെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഇട്ട് അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ മെട്രോ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മെട്രോ സ്റ്റേഷനാണ് സലാഹുദ്ദീനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേഡിയത്താണ് സ്റ്റോപ്പുള്ളത്. ഒരു 3 സ്റ്റോപ്സേ ഉള്ളൂ സ്റ്റേഡിയത്തിൽ എത്താൻ. ഒരു 5 മിനിറ്റ് കൂടുന്ന സമയത്തും ട്രെയിനുകളിങ്ങനെ വരും. അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ട്രെയിൻ വന്നു. ഞങ്ങളങ്ങനെ ഇവിടെ സ്റ്റേഡിയം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല, കുറേ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ച് അത്യാവശ്യം 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അവിടെ നിന്നൊരു ലുലു ഉണ്ട്. ലുലു പാസ് ചെയ്തിട്ട് വേണം നമ്മൾ നടക്കാൻ. അമിറ്റി സ്കൂൾ, കിസൈസിലുള്ള അമിറ്റി സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അക്കാഡമി വരുന്നത്. അയാനും അപ്പോൾ അതിന് വേഗം ഓടിപ്പോയി കേട്ടോ. അവനക്ക് ഫസ്റ്റ് എത്തണം, ഹംദാനേക്കാളും ഫസ്റ്റ് എത്തണം അക്കാഡമിയിൽ എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഓടിപ്പോയി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നടന്ന ശേഷം നമ്മൾ അക്കാഡമിയിൽ എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ജേഴ്സി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏതാ അക്കാഡമി എന്നുള്ളത്. ഞങ്ങൾ അർജൻറ്റീന മെസ്സി ഫാൻസ് ആയതുകൊണ്ട് എഫയിലാണ് ചേർത്തിട്ടുള്ളത്. കിസൈസിലുള്ള അർജൻറ്റീന അക്കാഡമിയിലാണ് കുട്ടികളെ ഞങ്ങൾ ചേർത്തിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഒരു 2 വർഷത്തോളമായിട്ടോ. ഇപ്പോൾ ഇവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേനും നമ്മൾ റിനോവേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുമെന്നാണ് അവർ പറഞ്ഞത്. ഗ്രൗണ്ട്സൊക്കെ പുതിയതായിട്ട് നമ്മളെ ഗ്രാസും കാര്യങ്ങളൊക്കെ മാറ്റാൻ പോവുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ ഫെസിലിറ്റീസ് അവർ കൊണ്ടുവരികയാണ്. റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുട്ടികൾക്ക് വേണ്ട ആവശ്യത്തിലുള്ള എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുവരാൻ പോവുകയാണ്. ഇവിടെ മന്ത്ലി ഫീ എന്ന് പറയുന്നത് 375 dirhams ആണ്. പെർ 12 സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അഫോർഡബിളായിട്ട് വേറെ അക്കാഡമീനെ അപേക്ഷിച്ചിട്ട് ഇവിടെ നമുക്ക് അഫോർഡബിൾ റേറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് മാറ്റി അണ്ടർ 6 ഹമ്മാദിൻ്റെ കോച്ചാണിത്. അപ്പോൾ കുട്ടികളെല്ലാവരും ഒന്ന് സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഹംദാൻ വേറെ സൈറ്റിലാണ്, അണ്ടർ 10 സെക്ഷനിലാണ് ഹംദാൻ. ഞങ്ങൾ അണ്ടർ 6 സെക്ഷനിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നു, സൗമ്യ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ടൈമാണിത്. വേറെ അക്കാഡമിയിലൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുട്ടികളുടെ കൂടെ ഒന്നും പോയിട്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല, ഒക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് എല്ലാവരുടെയും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി അവർ നമുക്ക് ഒരുക്കുന്നുണ്ട്. സൈഡിലൊരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും കുട്ടികളുടെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സും. അപ്പോൾ കോച്ച് കുറേ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെല്ലാവരും ചെയ്യുന്നുണ്ട്. മാച്ച് സ്റ്റാർട്ടാവണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പ്രാക്ടീസ് സെക്ഷനേക്കാളും ഇഷ്ടം എനിക്ക് മാച്ച് കളിക്കാനാണ്. ഇടയ്ക്കൊക്കെ കോച്ച് പണിഷ്മെൻ്റൊക്കെ കൊടുക്കാറുണ്ട്. ശരിക്കും കളിക്കാത്ത കുട്ടികളൊക്കെ പിടിച്ചിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കും. ജസ്റ്റ് ഒരു ഫണ്ണായിട്ടുള്ളൊരു പണിഷ്മെൻറ്റ്. അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്ലി കോച്ചാണ് അവിടുത്തെ ഉള്ളത്. കുട്ടികൾക്കൊക്കെ എനിക്ക് ഹമ്മാദിൻ്റെയിലും ഹംദാൻ്റെയിലും ഭയങ്കര ഒരു ഡിഫറൻസ് ഈ കോച്ച് വന്ന ശേഷം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഡെയിലി ഒരു ഗോൾ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഗ്രൗണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ കരച്ചിൽ. പിന്നെ ഹംദാൻ്റെ സെക്ഷനിൽ പോയി. ഹംദാൻ്റെ കോച്ച് നസീമാണ്. സോ അവന് ഡിഫൻസ് സെക്ഷനിലാണ് അവൻ കൂടുതലും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ അവനക്ക് ഡിഫൻസ് സെക്ഷൻ കളിക്കാനാണ് ഇഷ്ടം. ഹമ്മാദിന് നേരെ ഓപ്പോസിറ്റും അവനക്ക് സ്ട്രൈക്കറിലാണ് ഇഷ്ടം. കളിക്കുന്നിടയിൽ ഹംദാൻ്റെ ഫേസിലൊന്ന് ബോൾ ഇതായി. പക്ഷെ അവനക്ക് കുഴപ്പമില്ല, പക്ഷെ എനിക്കായിരുന്നു ടെൻഷൻ. വീക്കിലി 3 days ആണ് ഫുട്ബോൾ വരുന്നത്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേ. ഈ 3 days ആണ് ഫുട്ബോൾ ഉള്ളത്. 5:30 to 6:30 ആണ് ടൈം. അപ്പോൾ ഹംദാൻ്റെ കളിയൊക്കെ കഴിഞ്ഞു. അവൻ ഗോളടിച്ച സന്തോഷത്തിലൊക്കെയാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് അവർ പിരിയണ സമയത്ത് അവർ അർജൻറ്റീനൻ്റെ ഒരിത് പറയും. അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കേൾക്കാൻ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഹമ്മാദിൻ്റെ ഫുട്ബോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഹംദാൻ്റെയും ഹമ്മാദിൻ്റെയും ഫൈനൽ ലുക്ക്. ഹംദാൻ്റെ ഇത്ര ഇല്ലെങ്കിലും ഹമ്മാദ് ഇതില്ലാതെ അവന് ഫുട്ബോളിൽ നിന്ന് ഇങ്ങോട്ട് വരാറില്ല. അവസാനം ഞങ്ങൾ വൈപ്സ് കൊടുത്ത് അതൊക്കെ ക്ലീനാക്കി, അവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്, അത് ക്ലീനാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരിക.
അപ്പോൾ കോച്ചിനോട് ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ചും മെട്രോയിൽ തന്നെയാണ് തിരിച്ചു പോണതാണ് ടാസ്ക്. ടയേർഡാവും. അപ്പോൾ പിന്നെ കാണുന്ന എല്ലാ റെസ്റ്റോറൻറ്റിലും എല്ലാത്തിലും കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇവർക്ക് പോകേണ്ടി വരിക തിരിച്ച് വീട്ടിലേക്ക്. എന്നാലേ ഒരു വീട്ടിലേക്ക് കയറാൻ ഒരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫിലെ റൊട്ടീന്. 3 days എൻ്റെ റൊട്ടീനാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക് യു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.